ഹായ് ടെക്സ്റ്റ് എന്ന ചെറു കവിത written by the well-known Scottish poet Carol Ann Duffy. ഈ പാഠത്തിൽ നിന്നുള്ള എസ്സൈസ് നമുക്കൊന്ന് പരിശോധിക്കാം. എന്താ? Here is question number 1. Comment on the language and structure of the poem. ഈ കവിതയുടെ ഭാഷയെയും ഘടനയെയും കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാമോ? ഇതാണ് ചോദ്യം. Now here is the answer. Paragraph number 1. In Carol Ann Duffy's poem Text, the language and structure serve to illuminate the complexities of modern communication. ആധുനിക ആശയവിനിമയത്തിൻ്റെ സങ്കീർണതകളെ പ്രകാശിപ്പിക്കുന്നതിന് ഈ കവിതയുടെ ഭാഷയും ഘടനയും നന്നായി സഹായിക്കുന്നുണ്ട്. ഇതാണ് ഒന്നാമത്തെ പാരഗ്രാഫ്. Now paragraph number 2. The poem is composed of a series of fragmented lines mimicking the disjointed nature of text messages. ഇന്നത്തെ ടെക്സ്റ്റ് മെസ്സേജുകളുടെ പരസ്പര ബന്ധമറ്റ സ്വഭാവത്തെ അനുകരിക്കുന്ന മുറിഞ്ഞുള്ള വരികളുടെ ഒരു പരമ്പര കൊണ്ടാണ് ഈ കവിത രചിച്ചിരിക്കുന്നത്. ഇറ്റ് റിഫ്ലക്ട്സ് ദ ബ്രെവിറ്റി ആൻഡ് ഇമ്മീഡിയസി ഓഫ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ്റെ തൽക്ഷണ വിനിമയം, അതിൻ്റെ സംക്ഷിപ്തത, ഇക്കാര്യങ്ങൾ ഈ കവിതയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. The language used is colloquial and abbreviated. തനി നാടൻ സംഭാഷണ രീതിയിലുള്ള ചുരുക്കെഴുത്ത് ഭാഷയാണ് ഈ കവിതയിൽ നാം കാണുന്നത്. It features shortened phrases like see you later and I love you, which are characteristic of text speak. ഈ ടെക്സ്റ്റ് സ്പീക്ക്, അതായത് ടെക്സ്റ്റ് മെസ്സേജസിൽ ഉപയോഗിക്കുന്ന കുറുകിയ ഭാഷ, അമ്മാതിരിയുള്ള see you later, I love you തുടങ്ങിയ ഭാഷയാണ് ഈ കവിതയിൽ ഉടനീളം ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ പാരഗ്രാഫ്. Now take a look at paragraph number 3. This informal language reflects the casual intimacy often found in text messages. ഈ അനൗപചാരിക ഭാഷ സാധാരണ ടെക്സ്റ്റ് മെസ്സേജുകൾ കാണാറുള്ള സാധാരണ അടുപ്പത്തെ പ്രതിഫലിപ്പിക്കുന്നു. It suggests a sense of closeness between the speaker and the recipient. ഈ മെസ്സേജ് എഴുതുന്നയാളും സ്വീകർത്താവും തമ്മിലുള്ള ആത്മബന്ധത്തെ സൂചിപ്പിക്കുന്നു. However, the poem also hints at a deeper longing for connection beneath the surface. എന്നിരുന്നാലും ഒരു ഉപരിതല ബന്ധമല്ല, നേരെ മറിച്ച് അതിലും താഴെയുള്ള ഒരു ബന്ധത്തിനായുള്ള ആഴത്തിലുള്ള ആഗ്രഹത്തെക്കുറിച്ചും ഈ കവിത സൂചന നൽകുന്നുണ്ട്. The speaker's comparison of tending to their mobile phone like an injured bird evokes a sense of care and tenderness. മുറിവേറ്റ ഒരു പക്ഷിക്കുഞ്ഞിനെ പരിചരിക്കുന്നത് പോലെയാണ് താൻ തൻ്റെ മൊബൈൽ ഫോണിനെ നോക്കിക്കാണുന്നതെന്ന് കവി പറയുന്നു. ഇത് മൊബൈൽ ഫോണിനോടുള്ള അവരുടെ ശ്രദ്ധയും ആർദ്രതയുമാണ് കാണിക്കുന്നത്. ഇറ്റ് ഹിൻസ് അറ്റ് ദി ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വി ക്യാൻ ഡെവലപ്പ് ടു അവർ ഡിവൈസസ് ഇൻ ദ ഡിജിറ്റൽ ഏജ്. ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ മൊബൈൽ തുടങ്ങിയ ഡിജിറ്റൽ ഇലക്ട്രോണിക് സാമഗ്രികളോട് നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന വൈകാരിക അടുപ്പത്തെ അത് സൂചിപ്പിക്കുന്നു. ഇതാണ് മൂന്നാമത്തെ പാരഗ്രാഫ്. Now take a look at paragraph number 4. The structure of the poem is also significant, with each line standing alone and disconnected from the others, much like individual text messages. ഈ കവിതയുടെ ഘടനയും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. അതിലെ ഓരോ വരിയും തനിച്ച് മറ്റുള്ള വരികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു, ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ടെക്സ്റ്റ് മെസ്സേജുകൾ പോലെ. This fragmentation emphasizes the transient nature of digital communication. ഈ മുറിഞ്ഞ വരികൾ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ്റെ ക്ഷണിക സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. It also suggests the potential for misunderstandings and misinterpretations that can arise from abbreviated messages. ചുരുക്കെഴുത്തിലൂടെയുള്ള കുഞ്ഞു മുറി സന്ദേശങ്ങളിലൂടെ ഉണ്ടാകാറുള്ള തെറ്റിദ്ധാരണകൾക്കും തെറ്റായ വ്യാഖ്യാനങ്ങൾക്കും സാധ്യതയുണ്ടെന്നും ഇതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഇതാണ് നാലാമത്തെ പാരഗ്രാഫ്. Now take a look at the last paragraph. Overall, through its language and structure,
The poem text explores the complexities of modern communication. മൊത്തത്തിൽ ടെക്സ്റ്റ് എന്ന കവിത അതിൻ്റെ ഭാഷയിലൂടെയും ഘടനയിലൂടെയും ആധുനിക ആശയവിനിമയത്തിൻ്റെ സങ്കീർണതകളെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇറ്റ് ക്യാപ്ചേഴ്സ് ബോത്ത് ദി ഇൻറ്റിമസി ആൻഡ് ഡിസ്റ്റൻസ് ഇൻഹിയറൻറ്റ് ഇൻ ഡിജിറ്റൽ ഇൻറ്ററാക്ഷൻസ്. ഡിജിറ്റൽ ഇടപാടുകളിൽ അടങ്ങിയിരിക്കുന്ന അടുപ്പവും ഒപ്പം അകൽച്ചയും നന്നായി ഒപ്പിയെടുക്കുന്നുണ്ട് ഈ കവിത. ഇറ്റ് ഹൈലൈറ്റ്സ് ദ വേയ്സ് ഇൻ വിച്ച് ടെക്നോളജി ഷേപ്സ് അവർ റിലേഷൻഷിപ്സ്. സാങ്കേതിക വിദ്യ നമ്മുടെ ബന്ധങ്ങളെ രൂപപ്പെടുത്തുന്ന രീതികളെ അതെടുത്ത് കാണിക്കുന്നു. ദ poem also portrays the challenges of conveying emotions through abbreviated messages. ഈ സംക്ഷിപ്ത സന്ദേശങ്ങളിലൂടെ വികാരങ്ങൾ കൈമാറുന്നതിലെ വെല്ലുവിളികളും നമ്മുടെ ഈ ടെക്സ്റ്റ് എന്ന കുഞ്ഞു കവിത നന്നായി ചിത്രീകരിക്കുന്നുണ്ട്. ഇതാണ് ഉത്തരം. Now friends, essay question number 2. Discuss how the title of the poem interacts with the poem's content. Is the title appropriate or ironic? Why? ഈ കവിതയുടെ തലക്കെട്ട് അതിൻ്റെ ഉള്ളടക്കവുമായി പൊരുത്തപ്പെടുന്നതാണോ? അതായത് ഈ കവിതയ്ക്ക് യോജിച്ചതാണോ അതിൻ്റെ ടൈറ്റിൽ, അതോ വൈരുദ്ധ്യം നിറഞ്ഞതാണോ? എങ്കിൽ എന്തുകൊണ്ട്? ഇത് ചെറുതായൊന്ന് ചർച്ച ചെയ്യാമോ? ഇതാണ് ചോദ്യം. Now, here is the answer. Paragraph number 1. The title of Carol Ann Duffy's poem text interacts with the poem's content in a nuanced way. കാരൽ ആൻഡ് ഡഫിയുടെ കവിതയുടെ ടെക്സ്റ്റ് എന്ന ടൈറ്റിൽ അതിൻ്റെ ഉള്ളടക്കവുമായി അതിസൂക്ഷ്മമായ രീതിയിൽ സംവദിക്കുന്നുണ്ട്. ഇത് നേരായ വിവരണവും ആഴത്തിലുള്ള അർത്ഥതലവും ഒരേ സമയം ഒരുപോലെ നമുക്ക് തരുന്നുണ്ട്. ഇറ്റ് ഓഫേഴ്സ് ബോത്ത് എ സ്ട്രെയിറ്റ് ഫോർവേഡ് ഡിസ്ക്രിപ്റ്റർ ആൻഡ് എ ഡീപ്പർ ലെയർ ഓഫ് മീനിങ്. ഇത് നേരായ വിവരണവും ആഴത്തിലുള്ള അർത്ഥതലവും ഒരേപോലെ നമുക്ക് തരുന്നുണ്ട്. ഇതാണ് ഒന്നാമത്തെ പാരഗ്രാഫ്. Now, paragraph number 2. On the surface, the title simply refers to the act of sending text messages aligning with the poem's exploration of modern communication. ഉപരിതലത്തിൽ ഈ ടൈറ്റിൽ നാം ടെക്സ്റ്റ് മെസ്സേജസ് അയക്കുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. ആധുനിക ആശയവിനിമയത്തെക്കുറിച്ചുള്ള കവിതയുടെ അവതരണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്. However, the title also carries a deeper significance when considered in relation to the poem's themes. എന്നാൽ കവിതയുടെ പ്രമേയങ്ങളുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഈ ടൈറ്റിലിന് ആഴത്തിലുള്ള പ്രാധാന്യമുള്ളതായി നമുക്ക് കാണാം. ഇതാണ് രണ്ടാമത്തെ പാരഗ്രാഫ്. Now, paragraph number 3. While text messages serve as the primary mode of communication in the digital age, the word text itself has broader connotations. ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജസ് ആശയവിനിമയത്തിൻ്റെ പ്രാഥമിക മാർഗമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഓർക്കണം. അപ്പോൾ ടെക്സ്റ്റ് എന്ന വാക്കിന് തന്നെ വിശാലമായ അർത്ഥ തലങ്ങളുണ്ടെന്ന് നമുക്ക് കാണാം. It can refer not only to written messages but also to literary or poetic works. നാം എഴുതിയയക്കുന്ന സന്ദേശങ്ങൾ മാത്രമല്ല ടെക്സ്റ്റ്, പിന്നെയോ സാഹിത്യപരമോ കാവ്യാത്മകമോ ആയ കൃതികളെയും നാം ടെക്സ്റ്റ് എന്ന് വിളിക്കാറുണ്ട്. In this sense, the title suggests that the poem itself is a form of text, blurring the boundaries between traditional and digital forms of communication. ഈ അർത്ഥത്തിൽ പരമ്പരാഗതവും ഡിജിറ്റലുമായ ആശയവിനിമയ മാർഗങ്ങളുടെ അതിർത്തികൾ ഇല്ലാതാക്കുന്ന ഒരു ടെക്സ്റ്റ് രൂപമാണ് ഈ കവിതയെന്ന് അതിൻ്റെ ടൈറ്റിൽ തന്നെ സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാം. ഇതാണ് മൂന്നാമത്തെ പാരഗ്രാഫ്. Now take a look at paragraph number 4. The appropriateness of the title can be seen as both straightforward and ironic. ഈ കവിതയുടെ ടൈറ്റിലിൻ്റെ ഔചിത്യം
രണ്ടു രീതിയിൽ കാണാം. ഒന്ന്, വളച്ചുകെട്ടില്ലാതെ നേരെയുള്ളത്. രണ്ട്, വൈരുദ്ധ്യം നിറഞ്ഞത്. ഓൺ വൺ ഹാൻഡ് it accurately reflects the subject matter of the poem. That is, the poem revolves around text messages and their role in modern relationships. ഒരർത്ഥത്തിൽ ഈ ടൈറ്റിൽ നമ്മുടെ കവിതയുടെ വിഷയത്തെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നത് കാണാം. എന്ത് വിഷയം? അതായത് ടെക്സ്റ്റ് മെസ്സേജുകളെയും ആധുനിക ബന്ധങ്ങളിലെ അവയുടെ പങ്കിനെയും പറ്റി. അതാണല്ലോ ഈ കവിത. However, the title also carries an ironic undertone as it highlights the limitations of digital communication. എന്നാൽ അതേസമയം ഇതേ ടൈറ്റിലിൽ തന്നെ ഒരു വൈരുദ്ധ്യവും ഉൾക്കൊള്ളുന്നുണ്ട്. എന്താണത്? അതായത് ഈ കവിത ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ്റെ പരിമിതികളെയും എടുത്തു കാണിക്കുന്നുണ്ട്. അതുതന്നെ. While text messages offer a convenient way to stay connected, they often lack the depth and nuance of face-to-face interaction. ബന്ധങ്ങൾ നിലനിർത്താൻ ടെക്സ്റ്റ് മെസ്സേജുകൾ സൗകര്യപ്രദമായ മാർഗം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ നേരിട്ട് മുഖത്തോട് മുഖം കണ്ടുകൊണ്ടുള്ള ഇടപെടലിൻ്റെ ആഴവും സൂക്ഷ്മതയും അവയ്ക്ക് പലപ്പോഴും ഇല്ല തന്നെ. ഇതാണ് 4ാമത്തെ പാരഗ്രാഫ്. Now friends, take a look at the concluding paragraph. Furthermore, the title's simplicity contrasts with the complexity of the poem's themes. ഇതുകൂടാതെ ഓർക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഈ ടൈറ്റിൽ വളരെ സിമ്പിൾ, വളരെ ലളിതമാണ്. കവിതയോ വളരെ സങ്കീർണവും. ഈ ഒരു വ്യത്യാസം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇറ്റ് underscores the gap between the brevity of text messages and the deeper emotions they attempt to convey. ടെക്സ്റ്റ് മെസ്സേജുകളുടെ സംക്ഷിപ്തതയും അവ അറിയിക്കാൻ ശ്രമിക്കുന്ന ആഴത്തിലുള്ള വികാരങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഈ കവിത അടിവരയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഓവറോൾ, the title text is both appropriate and ironic. മൊത്തത്തിൽ നോക്കിയാൽ ടെക്സ്റ്റ് എന്ന ടൈറ്റിൽ വളരെ യോജിച്ചതാണ്, എന്നാൽ അതോടൊപ്പം വൈരുദ്ധ്യം നിറഞ്ഞതുമാണ്. ഇതാണ് ഉത്തരം. ഫ്രണ്ട്സ്, this is the end of the video. See you soon. Until then, bye bye.